ആ വന്നോ? എൻ്റെ അമ്മയ്ക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതോ? ആ ഇതെന്തുവാ? അറിയില്ല, നോക്കിയെന്നാന്ന്. അയ്യോ, ഇത് ഇതില്ലേ ഞങ്ങളെ യൂട്യൂബ് കയ്യിലെന്നാ? കയ്യിലെന്നാ? ഇത് സർട്ടിഫിക്കറ്റ് അവിടെ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് വരാത്തൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട് അവർ വന്നില്ല. അപ്പം 3 എന്നെ തന്നു വിടാമേ. അയ്യോ, ഇത് ഞങ്ങളുടെ ഗൂഗിൾ ആർട്സിൻ്റെ അല്ലേ? അതെന്താ സംഭവം? അത് ഞങ്ങളുടെ പിൻ നമ്പർ വന്നതാ. പിൻ നമ്പറോ? ആ അയ്യോ, കാണിക്കാവേ. പിൻ നമ്പർ കാണിക്കാം. ഞങ്ങളിത് കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ട് ഞാൻ ശനിയാഴ്ച വരുന്നത് നോക്കിയായിരുന്നേ. എൻ്റെ ശനിയാഴ്ച കിട്ടിയില്ലല്ലോ. ആ അതന്നെ കാണിക്കാവേ. പിൻ നമ്പർ കാണണ്ട. ഇതുണ്ടോ? ഇതെന്താ പിൻ നമ്പർ? പിന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നോ? കണ്ടോ കണ്ടോ? ഇതാണ് ഞങ്ങളുടെ പിൻ നമ്പർ വന്നേക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിൻ്റെ പൈസയൊക്കെ കൂടി വന്നാൽ മതി. ബാക്കി വിശദീകരിച്ച് വരാൻ ഞങ്ങൾക്കറിയത്തില്ല. എല്ലാവരും പറയുന്ന പോലൊക്കെ ഞങ്ങൾ ഒരേ യൂട്യൂബിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ച് ചെയ്ത് ഇത്രയും വരെ ആക്കാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ ഇനി ഞായറാഴ്ച പോകും വേണം അവരെ ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞില്ല സന്തോഷം പങ്കുവയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ വേണ്ട, പൈസ ആയിട്ട് കിട്ടിക്കുകയും മതി അല്ലേ? നിനക്ക് തരാം ഒരു വീതം. ആയിക്കോട്ടെ. ശരി, അവൾ ഞങ്ങോട്ട് പറയണ്ടേ. അപ്പം ഇത് ഞായറാഴ്ചത്തെ ഞങ്ങളുടെ സന്തോഷം ഇതായിരിക്കുമേ. ഓക്കെ. ചെയ്യാനുള്ള പരിപാടി ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ചിലവുകളൊന്നും വന്നില്ല. നമുക്ക് 1000 സബ്സ്ക്രൈബായി, അതിൻ്റെ ചിലവ് ചെയ്തില്ല. 4000 വാച്ചവറായി, അതിൻ്റെ ചിലവ് ചെയ്തില്ല. 1000 സബ്സ്ക്രൈബ് ആയ അന്ന് നമ്മൾ ചിലവ് ചെയ്യാൻ കേക്ക് മുറിക്കാൻ ഇപ്പോൾ സജിനിയുടെ അച്ചായം വയ്ക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു ദുഃഖം പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി ഇതിൻ്റെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഇനിയിപ്പം നമുക്ക് പിൻ നമ്പരും കൂടെ കിട്ടിയാൽ മാത്രം മതി. അഡ്രസ് വെരിഫിക്കേഷൻ കൂടെ മതി. ബാക്കിയെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെയ്തതിൻ്റെയൊക്കെ ഒരു ഫംഗ്ഷൻ പോലെ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും നമുക്ക് ഇതുവരെ അവസരം കിട്ടിയില്ല. ഇതെല്ലാം കൂടെ കൂടി ക്രിസ്മസിന് നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. എല്ലാവരും വരണം. അത് നമുക്ക് എല്ലാവരും വിളിച്ച് പറയണം. എല്ലാവരും കൂടെ കൂടി കേക്കൊന്നും ആരും മേടിക്കുന്നു കേക്ക് വാങ്ങിക്കാം. നമുക്ക് എല്ലാ പ്രാവശ്യത്തിലും കേക്ക് വാങ്ങിക്കാം അല്ലേ? കേക്ക് വാങ്ങിക്കണം. കേക്ക് വാങ്ങിക്കണം. സജിനി തന്നെ അതന്നെ. ഞങ്ങൾ തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കും. അതിലും ഭേദം അമ്മ പിന്നെ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടോ? മിണ്ടാതെ ഇടയ്ക്ക് ഇരിക്കുവോ അല്ലേ? ഞാൻ രമചേച്ചി നോക്കാം. രമചേച്ചി ഒന്നും പറയാതിരിക്കും. രമചേച്ചി വേണ്ടിയിട്ട് വേണം എനിക്ക് മിണ്ടാൻ. രമചേച്ചി വിചാരിക്കും സജിനി വേണ്ടിയിട്ട് വേണം എനിക്ക് മിണ്ടാൻ. നിനക്കൊന്നും മക്കളുടെ കാര്യങ്ങളൊന്നും പറയാനില്ലേ? ഒന്ന് പറഞ്ഞേ. ഈ പ്രാവശ്യം നമുക്ക് കരോണില്ലേ ക്രിസ്മസായിട്ട് നല്ല ചാമ്പിളരെ സജിനിയുടെ കൊച്ചിൻ്റെ ഇരിക്കുന്നുണ്ടേ. ഫോട്ടൊന്നും ഇപ്രാവശ്യം ഇല്ല. അതൊന്നും പറ്റത്തില്ല. കുഞ്ഞു പിള്ളേർ വേണം. അവർക്കാവുമ്പോ ചാടാനും ഒക്കെ നല്ല അവർക്കൊരു സന്തോഷമാണ്. അവര് കരോടുകാനും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം പോകാം. കേക്ക് മേടിക്കണം, കേക്ക് മുറിക്കണം, കേക്ക് വാങ്ങിക്കണം, കേക്ക് മുറിക്കണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പാട്ട് പഠിപ്പിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ വേറെ നമുക്ക് അങ്ങനെയല്ല ഒന്നിച്ചിരുന്ന് പാടണം. 4 ഒന്നിച്ചിരുന്ന് എല്ലാവരും കൂടെ കൂടി പാടി പഠിക്കണം. എങ്കിലേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അറിയാവുന്നൊരു പാടി ഇല്ലാത്തൊരു മിണ്ടായിരുന്നു. നേരത്തെ ആരെയും ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇവിടുന്ന് മറ്റേ സൗഭാഗ്യ കുടുംബശ്രീക്കാർ ഇറങ്ങിയായിരുന്നു. നമുക്കാവുന്നു നടക്കും. വീഡിയോയാണ് ഓടാണ്. അങ്ങനെ അല്ല എല്ലായിടത്തും എന്ന് പറഞ്ഞാല് നമുക്ക് ഒത്തിരി രാത്രിയിലല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ കൂടെ എല്ലാവർക്കും ചെറിയ ചെറിയ പരിപാടികളുണ്ട്. എല്ലാവർക്കും നമ്മളിവിടെ വേറെ കുടുംബശ്രീക്കാരുവാ. പിന്നെ എന്നിട്ട് നമ്മളിപ്പോൾ അങ്ങനെ എല്ലായിടത്തോട്ടും ചാടിച്ചാടിക്കാൻ അതല്ലേ നമ്മളിവിടെ എല്ലാവർക്കും സ്വയമായിട്ട് ഓരോ തൊഴിലുകളുള്ളവരുണ്ടല്ലോ. അന്നേരം പിന്നെ അങ്ങനെ മെനക്കെട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പുള്ളി കുടുംബശ്രീക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മൾ ഒരാഴ്ച എന്തെങ്കിലും വീഡിയോ എടുത്ത് നമ്മൾ അങ്ങനെ വീഡിയോ അല്ലേ? ഇപ്പം നമ്മളോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ, നിങ്ങൾ എങ്ങനെ ഈ വീഡിയോ എപ്പോഴും എടുക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഞായറാഴ്ച നമ്മൾ 3 മണി തൊട്ട് ഇവിടുന്ന് പോകുമ്പോൾ വീഡിയോ വിളക്കത്തിക്കും. അത്രയും നേരം കൊണ്ടാണ് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ എടുത്തത്.
നമ്മൾ എടുക്കുന്നില്ലേ? നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ അമ്മ ചേച്ചി എന്നാ വരുന്നേ? അമ്മിണി ചേച്ചിക്ക് ഇപ്പൊ അവിടെ നിന്നിട്ട് ശ്വാസം പൊട്ടില്ല, ആന്ധ്രയിൽ നിന്നിട്ട്. ആണോ? ആ, ഇനി വരാൻ നമ്മളെയൊക്കെ കാണാഞ്ഞിട്ടായിരിക്കും. നമ്മളെയൊക്കെ കാണാഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കാഞ്ഞിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേച്ചി. വരുമോ? ആ, വരും വരും. അമ്മ 27-ാം തീയതി വരുമെന്ന് പറഞ്ഞു. 27-ാം തീയതി പോന്നിട്ട് 28-ാം തീയതി ഇവിടെ വരും. ഇപ്പൊ എത്ര നാളായി അമ്മ ചേച്ചി പോയിട്ട്? ഇപ്പൊ 1 മാസം ആകാറായില്ലേ? 1 മാസം ആറായി. 1 മാസം ആകാറായി. അമ്മ ചേച്ചി പോയിട്ട് വീട് മെയിൻ്റെനൻസ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞു. ആണോ? പണിയാണോ? ആ, അത് ശരി. നല്ല കാര്യം ചെയ്യട്ടെ. നമുക്ക് ഇനി ഒരാളിനെ കൂടെ വീട് പണിയായി. അതെ. നേരത്തെ നമ്മുടെ ഇവിടുത്തെ തീരുവോ? ഇവിടുത്തെ വാർക്ക് കഴിഞ്ഞുള്ളൂ. അത് ഇനി പിന്നെ പണിത ചേച്ചി നേരത്തെ വാർക്ക് കഴിഞ്ഞിട്ടല്ലായി പണി. നമ്മുടേത് ആദ്യത്തെ ഒരു നില വാർത്തു. അത്ര അല്ലേ? ഏത് കയർത്താമസം ആദ്യം കൂടുന്നുള്ളൂ അല്ലേ? അതെ, ഏതാ ഞങ്ങൾക്ക് ആദ്യം കൂടാൻ പറ്റും. കയർത്താമസം കൂടിയാൽ മതി. നമുക്ക് വേറെ ഏത് വേണേലും കുടിക്കും. എത്രയും വേഗം ഒന്ന് പണി തീർത്ത് എന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് കയർത്താമസം കൂടാനും. വരാനില്ലേ? പൊന്നമ്മ വന്നില്ല, സാധിച്ചു ചേച്ചിയില്ല. സജിച്ചേച്ചി പിന്നെ ഇല്ല, മല്ലപ്പള്ളിക്ക് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞോളെന്ന് സജിച്ചേച്ചി പറഞ്ഞായിരുന്നു. ആണോ? ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? ചേച്ചി പോയി. പിന്നെ സജിച്ചേച്ചി 1 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. വരത്തുള്ളൂ. 1 മാസം കഴിയുമ്പോൾ വരും അല്ലേ? 1 മാസം ചേച്ചിക്ക് അവര്. മോളി ചേച്ചിയില്ല. മോളി ചേച്ചി ഇല്ല. മോളി ചേച്ചി 3-4 മാസം കഴിയും. ആണോ? എന്തോ ചെയ്യും നമ്മള് തന്നെയാണല്ലോ. അഭിനേതാക്കളൊന്നും ഇല്ല നമുക്കിപ്പം വന്നു വേക്കൻസി ഉണ്ടെന്ന് പറയാം. അതന്നെ, വേക്കൻസി ഉണ്ട്. ആരെയും വേണം സ്വീകരിക്കാം അല്ലേ? അല്ലേ? റീന ഇല്ലെന്ന് ഇല്ല നമുക്ക് ഈ മലയാളികളുണ്ട് അല്ലേ? നമ്മള് 2, 3, 4 പേരാ. അതെ, നമ്മള് മതിയെന്നേ. നമ്മളെ മതി. പിന്നെ നമുക്ക് അഭിനയിക്കാം. ഇല്ല, ഉള്ളത് കൊണ്ട് ആരൊക്കെ വന്നാലും ആ ഉള്ളവരൊക്കെ കൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതോ ഇപ്പോഴത്തെ ഇടിയും മഴ എന്നതാ വിജി? ഭയങ്കര ഇടിയാ. അല്ലേ? നമുക്ക് വീട്ടിൽ സാരമില്ല, ഇടിയോ എന്റെ തേങ്ങ ഭയങ്കര പേടിയാ. വെട്ടം പെരക്കാത്തോട് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും നമ്മൾ ആവക്കാടെ കാറ്റുണ്ടായിരുന്നു. ചെറിയതായിട്ട് കാറ്റ്, വലിയ ശക്തമായ കാറ്റല്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അത് കണ്ടുമ്പോൾ അത് പിന്നെ നമ്മുടെ മീനടുത്ത് അങ്ങനെയുണ്ട്. മഴ പെയ്ത് ലൈൻ ടെമ്പി നനഞ്ഞാൽ നമ്മുടെ കാര്യം നമുക്ക് ലൈൻ ടെമ്പി നനയാൻ പറ്റത്തില്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം പോകുന്നത്? അതെന്ന് പകലല്ല രാത്രിയിലും പോയി. പകലേ പോയി. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തേന് പിന്നെ നോക്കണ്ട. ഈ തങ്ങോടി ചേച്ചിയുള്ള കൊതുകിനെ എല്ലാം വളർത്തുന്നത്. അതേ രമയാണ് കുത്തി ശരിയാക്കി. എന്നെ കഴിച്ചാൽ മതി. ഇപ്പൊ അതൊക്കെ എന്നെ ചെയ്തു വെച്ച കൊതുകതിരി മേടിച്ചു കൊതുകിരി എവിടെയായിരുന്നു ഇല്ലേ? മതി. എന്തെങ്കിലും പോയിച്ചാലും മതി. ഇതിലൊക്കെ വിട്ടൊക്കെ സന്ധ്യയാകുമ്പോൾ പോയിച്ചാലും അതൊക്കെ പോയിക്കാറുണ്ടായിരുന്നു. പിന്നെ അകത്തോട്ട് അങ്ങനെ വലിയ ശല്യം ഇല്ല. ഈ വെളിയിലൊക്കെയോ ബിന്ദു കൊച്ചന്നെ കഴിഞ്ഞു പഠിത്തം തീർന്നു. ഇളയാൾക്ക് ജോലിയായി. ഇതൊന്നും ഇതുവരെ ഒന്നും നമുക്ക് ചെലവൊന്നും ചെയ്യുന്നില്ല ബിന്ദു. ഒരു ചെലവും ആയില്ല. ഒരു ചെലവായില്ലേ? മൂത്താൾക്ക് അടുത്ത മാസം പരീക്ഷയാ. അല്ല അവള് ഇതിന് കയറിയ 3 മാസം ട്രെയിനിങ് ആയിട്ടെ. അപ്പൊ അത് ഇനിയിപ്പോ അടുത്ത കമ്പനിയിലോട്ട് ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് നിൽക്കുക. നല്ല ജോലിയൊക്കെ ആയി, ശമ്പളമൊക്കെ ആയി. അത് കഴിഞ്ഞ് മതി ഞങ്ങൾക്ക് ചെലവ്. ഞങ്ങൾക്ക് ഇച്ചിരി ഒക്കെ കൊച്ചിനെ നമുക്ക് ഒത്തിരി ചെലവുണ്ട്. അപ്പൊ നമ്മുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.